നമസ്തേ, എല്ലാവർക്കും രാഹിത റേഡിയൻ ടാരറ്റ് ഹീലിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറാണ്. ഒരു 3 കാർഡിൻ്റെ സ്പ്രെഡാണ്. അപ്പം അവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ബ്ലാക്ക് ടെർമലിനും രണ്ടാമത്തെ റോസ് കോഴ്സും. നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യാൻ തോന്നുന്നത് വെച്ചാൽ ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് റീഡിങ്സ് നോക്കാം. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പം ഒന്നാമത്തെ പൈലിലുള്ള ആളുകൾക്ക് റീഡിങ്സ് നോക്കാം. പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. മൂന്ന് കാർഡാണ് എടുക്കുന്നത്. ഓക്കെ, 3 കാർഡ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ, 4 ഓഫ് വാണ്ട്, ദ ലവേഴ്സ് കാർഡ്. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 1, നിങ്ങൾക്ക് ലൈഫിൽ നോർമലായിട്ട് പോയ ഒരു ലൈഫിൽ വലിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ? യെസ്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നത് റിലേഷൻഷിപ്പിൽ നോർമലായി പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് അവരുമായിട്ട് പിരിയേണ്ട ഒരു അവസ്ഥ വരിക. അങ്ങനത്തെ ഒരു എനർജീസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിൽ പെട്ടെന്ന് സഡൻലി നിങ്ങളുടെ കരിയറിലാണെങ്കിലും പെട്ടെന്ന് ഒരു ജോലി നഷ്ടപ്പെടുന്നൊരവസ്ഥ, അത്തരം എനർജീസ് കിട്ടുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക്. പിന്നെ അതുപോലെ ഫിനാൻസിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാഷ് കയ്യിൽ നിന്ന് പോവുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പോലത്തെ ഒരു എനർജീസ്. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ ഒരു ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് പാസ്റ്റിൽ. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഇപ്പോൾ കുറച്ച് പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് കരിയറിലായിക്കോട്ടെ, ജോലി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വിഷമിച്ചിരിക്കുന്ന ആളുകൾ, അതുപോലെ ഫിനാൻസിൽ കുറച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകൾ, ക്യാഷ് ഉണ്ട്, അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, കയ്യിൽ ക്യാഷ് ഉണ്ട്, പക്ഷെ നമുക്കത് ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിലൊരു ചേഞ്ച് വരുന്നത്. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞു, പാസ്റ്റിൽ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞതിൽ നിന്നും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു പേടി, തങ്ങളുടെ ഫീലിങ്സ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ ഉള്ളിൽ ഒതുക്കി കഴിയുന്ന ഒരു എനർജീസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഇത് ലവേഴ്സ് കാർഡാണ്. ഫ്യൂച്ചറിൽ പാർട്ട്ണറുമായിട്ട് ബ്രേക്കപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി വേർപിരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആവാൻ പോകുന്നു. ലവേഴ്സ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ ഇപ്പോൾ പാർട്ട്ണർ ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ പുതിയൊരു പാർട്ട്ണർ അല്ലെങ്കിൽ പുതിയൊരു പാർട്ട്ണറുമായി കണ്ടുമുട്ടാനും ഒരു ബന്ധത്തിൽ വരാനുമുള്ള ഒരു ടൈം ആവുന്നു. ഫിനാൻസിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനുള്ളൊരു സമയം ആവുന്നു. അതുപോലെ കരിയറിൽ ജോബ് നഷ്ടപ്പെട്ട ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതിനേക്കാൾ കൂടുതൽ നല്ല ഒരു ജോലി നിങ്ങളെ തേടിയിട്ട് വരുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. പാസ്റ്റിൽ ആലോചിച്ച് സങ്കടപ്പെടരുത്, ഫ്യൂച്ചറെ ആലോചിച്ചിട്ട് ആങ്സൈറ്റി വരരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പ്രസൻറ്റിൽ ജീവിക്കുക. ഇതാണ് പൈൽ നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ്. ആൻഡ് താങ്ക് യു. ഞാൻ 2 എടുത്ത ആളുകൾക്കുള്ള റീഡിങ്സ് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2 എടുത്ത ആളുകൾക്കുള്ള റീഡിങ്സ് ആണ്. നോക്കാം. 3 കാർഡാണ് എടുക്കുന്നത്. പൈൽ നമ്പർ 2 എടുത്ത ആളുകളുടെ പൈൽ നമ്പർ 2 എടുത്ത ആളുകൾക്കുള്ള റീഡിംഗ്. പേജ് ഓഫ് വാണ്ട്, ഹാങ്ഡ് മാൻ, 6 ഓഫ് കപ്പ്. ഓക്കെ, ഇതിൽ കിട്ടുന്ന എനർജീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൈലി പോസിറ്റീവായിട്ടുള്ള ആളുകളാണ്, റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും കാര്യങ്ങളിൽ പാസ്റ്റിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടോ? റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. ആ ഡിസിഷൻ എടുക്കാനുള്ള ഫയർ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഒരു എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന പേഴ്സൺസ് ആണ് പൈൽ നമ്പർ 2 എന്ന് വന്നത്. ആൻഡ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അറിയാനും പുതിയത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ഉള്ള പേഴ്സൺസ് ആണ്. പൈൽ നമ്പർ 1നെ അപേക്ഷിച്ച് പൈൽ നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഹൈലി എനർജി പോസിറ്റിവിറ്റി ഉള്ള ആളുകളാണ്. ആൻഡ് പക്ഷേ ഇപ്പോൾ അവരെന്താണ് സഫർ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സ്വന്തം റിസ്ക് കൊണ്ട് എടുത്ത തീരുമാനങ്ങൾ
അത് ശരിയായിരുന്നോ എന്നൊരു റീതിങ്ക് ചെയ്യുന്ന ഒരു ടൈമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നു എനിക്കറിയായിരുന്നു ഈ ഒരു ഡിസിഷൻ ഞാൻ എടുക്കുന്നത് കറക്റ്റാണോ, റിസ്ക് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു തിങ്കിങ് വന്നത്, ഞാൻ എടുത്ത ഡിസിഷൻ ശരിയായിരുന്നോ, ഇത്രയും ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ സഫർ ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ആ ഒരു ഡിസിഷൻ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഒരു ഇത് കൊണ്ട് മാത്രം എടുത്ത തീരുമാനത്തിന് ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നല്ലപോലെ നിങ്ങൾക്കൊരു കുറ്റബോധം, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സൈലൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളത് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൈൽ നമ്പർ 2 ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫാമിലിയിലെ പാസ്റ്റിൽ നിന്നിട്ടുള്ള നിങ്ങളുടെ ചിലപ്പോൾ ഫാമിലിയിലെ ആളുകളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകളായിരിക്കാം, വാട്ടെവർ. അവരിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടാൻ പോകുന്നു. ഈ ഒരു പ്രശ്നത്തിന്, ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്ക് പലരിൽ നിന്ന് നിങ്ങൾക്കൊരു ഹെൽപ്പ്, നിങ്ങൾക്കൊരു വൈകാരികമായിട്ട് ഇമോഷണലി നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടാനായിട്ട് പോകുന്നു. ഇമോഷണലി നിങ്ങൾക്ക് ഒരാളുമായിട്ട് ഒരു ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പേഴ്സണായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നു. പ്രശ്നങ്ങളുണ്ടാകും, നമ്മൾ റിസ്ക് എടുത്താലേ മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ ആ ഡിസിഷൻ കറക്റ്റാണോ എന്ന് തിങ്ക് ചെയ്യുക. അത്തരത്തിലുള്ള ആളുകളുടെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ പൈൽ നമ്പർ 2, ഡോണ്ട് വറി. ഞാൻ പൈൽ നമ്പർ എല്ലാവരോടും ഞാൻ ഇതാണ് പറയുന്നത്, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തിങ്ക് ചെയ്താലും തിങ്ക് ചെയ്തില്ലെങ്കിലും നെഗറ്റിവിറ്റി കൂടുതലാണ് ഇവിടെ. അപ്പം നെഗറ്റീവ് വന്നോളും, പക്ഷേ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് പ്രസൻറ്റിൽ ജീവിക്കുക. പാസ്റ്റിൽ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഓക്കെ, അത് എടുത്തു, പാസ്റ്റ്, അത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തിങ്ക് ചെയ്യുക. ആൻഡ് ഡോണ്ട് വറി, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇമോഷണൽ ബാലൻസ് ആവുന്നു. യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്കൊരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു. ആൻഡ് ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ അതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ആൻഡ് എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പ്രസൻറ്റിൽ ജീവിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച്.